ഹായ് ഓൾ, എംഫേവർ കേരള PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂറുദ്ദീൻ. 2024 തന്നെ ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വലിയ ഒരു ആവേശം കൂടിയാണ്, ആഗ്രഹവുമാണ്. ഇത്തരത്തിൽ LSTI സെക്രട്ടറി മെയിൻസ് പരീക്ഷ തയ്യാറെടുപ്പ് നല്ല വൃത്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി നിങ്ങൾക്കുള്ള സഹായത്തിനായി എംഫേവർ കേരള PSC ടെലിഗ്രാം ചാനലിൽ നൽകുന്ന PDF മെറ്റീരിയൽസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു പരീക്ഷാ വിജയത്തിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത് 2024 സാക്ഷാത്കരിക്കാനായി പേപ്പർ 1, പേപ്പർ 2 എന്നീ 2 ഏരിയയും ഏറ്റവും വേഗത്തിൽ പഠിച്ചു തീർത്ത് കൃത്യമായ റിവിഷനും നടത്തി പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് പരീക്ഷാ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് ശരിയായ ദിശയിൽ വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. പ്രസ്തുത കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറ്റ് വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന 8891949239 എന്ന നമ്പറിൽ വിളിക്കാം. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഉന്നത റാങ്കിനായി ഞങ്ങൾ നൽകുന്നത് മാത്രം പഠിക്കുക എന്നുള്ള ഒരു വാചകം. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ പരീക്ഷാ ചോദ്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ മുൻകാലങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം പരീക്ഷാ ചോദ്യങ്ങളുടെ ഉറവിടം കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. SCERT, NCERT കൂടാതെ പ്രീവിയസ് ഇയർ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്റ്റുകൾ. ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വരുന്ന ചോദ്യങ്ങൾ കൂടുതലായിട്ടും ചോദ്യകർത്താക്കൾ ഇടുന്നത് 2014-16 കാലഘട്ടങ്ങളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ചില ഗ്രേഡ് ടെക്സ്റ്റ് മെറ്റീരിയൽസ് നിന്നാളാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം അറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം ടെക്സ്റ്റ് മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇത് വളരെ മുന്നേ 2014-16 അക്കാഡമിക് ഇയറിലൊക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗ്രേഡ് ടെക്സ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ വന്നിട്ട് പുതിയ മെറ്റീരിയൽസ് ആണ് വരുന്നത്. പഴയ കുറച്ച് സിലബസിൽ മാറ്റങ്ങളൊക്കെ വരുത്തി 2023 മുതൽ പുതിയ രീതിയിലാണ് അവർ അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ പഴയ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിലെ അക്കാഡമിക് ഇയറിലുള്ള ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോളുക. ഹിസ്റ്ററി, ഈ പറയുന്ന ജോഗ്രഫി, നമ്മുടെ പോളിറ്റി വിഭാഗത്തിൽ നിന്നാണെങ്കിൽ കൂടിയിട്ടും ചോദ്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ LDC പരീക്ഷയ്ക്കാണെങ്കിൽ കൂടിയിട്ടും കംപ്ലീറ്റ് തിരുവനന്തപുരം LDCയുടെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നമ്മളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളിലേക്ക് വരുന്ന ഒരു കുട്ടി ഒരു കാരണവശാലും വർത്ത് അല്ലാതെ പോകരുത്. എന്ത് ക്ലാസിന്റെ കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ. അപ്രകാരം മൺഡേ ടു ഫ്രൈഡേ കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രകാരം ഓൺലൈൻ സെഷൻസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാം. ലൈവിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. സോ ഇഷ്ടമുള്ള സമയത്ത് ലൈവ് കാണാൻ സാധിച്ചില്ല എങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് കാണാം. പ്രീ റെക്കോർഡ് സെഷൻസ് ഉണ്ട്. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ പറഞ്ഞ ഉറവിടങ്ങളെല്ലാം കൃത്യമായി സോർട്ട് ഔട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ തക്കതായ രീതിയിലുള്ള PDF നോട്ടുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. പല നോട്ടുകളും ഞങ്ങൾ അവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ആ നോട്ടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം, അത് മറ്റൊരു സത്യം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത്, ഇത്തരത്തിലുള്ള നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. നിങ്ങൾ വ്യക്തമായി പഠിക്കേണ്ട ഈ പറയുന്ന LSTI സെക്രട്ടറി മെയിൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 75 ഹോട്ട് ടോപ്പിക്കുകളുടെ PDF നോട്ടുകൾ വായിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവലിൽ നിന്നും നിങ്ങൾ 10 മടങ്ങ് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ വൺസ് പ്രൂവ്ഡ് ആണ്, പ്രിലിമിനറി എഴുതി കിട്ടി എന്ന് പറയുന്ന പ്രൂവ്ഡ് ആണ്, കഴിവുള്ളവരാണ്. ആ കഴിവിനെ നിങ്ങൾ മാക്സിമം അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറയാം. മനസ്സിലായോ? കഴിവിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എങ്ങനെയാ?
എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മറ്റൊരു വാചകം പറയാം, യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പറയാം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കഴിവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങേ അറ്റം എക്സ്ട്രീമിൽ കൊണ്ട് നിർത്തി പഠിക്കേണ്ട കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ടെൻഷനും ഇല്ല. പരീക്ഷയ്ക്ക് മുന്നേയായിട്ട് ഞങ്ങൾ സ്പെഷ്യൽ നോട്ടും ചില ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യും. അത് അതേപടി വള്ളിപുള്ളി തെറ്റാതെ പരീക്ഷയ്ക്ക് വരും. അതാണ് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ടെൻഷൻ ഇല്ലാതെ എക്സാം അറ്റൻഡ് ചെയ്യാം. ടെൻഷൻ ഇല്ലാതെ എക്സാം അറ്റൻഡ് ചെയ്യാം. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് അല്ലെങ്കിൽ എലിമിനേഷൻ കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് ശരി ഉത്തരം കിട്ടത്തുള്ളൂ. ഈ എലിമിനേഷൻ വഴി എന്ന് കറക്കി കുത്താമെന്ന് വിചാരിക്കുന്നവർക്ക് പോസിബിൾ അല്ല. അതിനു വേണ്ടിയിട്ട് ഒരു മിനിമം ലോജിക്ക് വേണം. ചോദ്യം കണ്ട ഉടനെ കയറി കുത്താന്നുള്ളതല്ല. കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി കാര്യങ്ങളെക്കുറിച്ച്, സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് എലിമിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഇത്തരത്തിലുള്ള എലിമിനേഷൻ മെത്തേഡൊക്കെ UPSC പരീക്ഷകളിലാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തു വരുന്നത്. ഇപ്പോൾ UPSC മാതൃകയിൽ കേരള PSC സ്റ്റഡി പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ വളരെ ഈസി ആയിട്ട് തന്നെ പരീക്ഷാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റും. കോഴ്സ് തുടങ്ങി 30 ദിവസത്തിനുള്ളിൽ തന്നെ പേപ്പർ 2 കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സാധാരണ എല്ലായിടത്തും പേപ്പർ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? പേപ്പർ 1 നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ പാരലലായിട്ട് പഠിച്ചു പോയാൽ മതി. നമുക്ക് വേണ്ടതും നമ്മളുടെ ഭയം അകറ്റേണ്ടതും പേപ്പർ 2 ആദ്യ 30 ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർത്ത് അതിനോട് പാരലലായിക്കൊണ്ട് പേപ്പർ 1 തുടങ്ങിയും ശിഷ്ടം ഈ പറയുന്ന 2 ഏരിയയും തീർന്നതിന് ശേഷം കൃത്യമായി ഇത് എങ്ങനെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം, എങ്ങനെ ഇത്തരം മെത്തേഡുകളിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്താമെന്നതിനെ പറ്റി വ്യക്തമായ ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമേ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും, അത് പരീക്ഷയ്ക്ക് വരികയും ചെയ്യും. ഇത്തരത്തിൽ നിങ്ങളുടെ വിജയം ആദ്യ 100 റാങ്കിനുള്ളിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ അഡ്വൈസിൽ കയറി പറ്റുക എന്നുള്ളതാണ്. 2024 ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. വെറുതെ ഒരു ലിസ്റ്റിൽ വന്നാൽ പോരാ. ആദ്യ 100 റാങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ലൈഫ് തന്നെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് തന്നെ മാറും എന്നുള്ളതാണ്. പരീക്ഷ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സഹായവും ഞങ്ങൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ് ടു ഇന്റർവ്യൂ വരെയുള്ള ഈ ഒരു കോഴ്സിൽ മോക്ക് ടെസ്റ്റ്, ടെസ്റ്റ് സീരീസ്, മെന്റർഷിപ്പ്, ഗൈഡൻസ്, വാട്സ്ആപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് കൂടാതെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. കൃത്യമായ ഗൈഡൻസും മെന്റർഷിപ്പും നമ്മൾ ഉറപ്പുവരുത്തുന്നു. ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, പരീക്ഷാ ചോദ്യങ്ങളുടെ ഉറവിടം കൃത്യമായി ഗ്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. 100% സക്സസ് ആണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. പ്രൊവൈഡഡ് ആദ്യം മുതൽ അവസാനം വരെ ദയവായി നമ്മളെ കൃത്യമായി ഫോളോ ചെയ്യുക. മറ്റൊരു റെഫറൻസ് തേടിയോ മറ്റൊരു രീതിയിൽ പഠിക്കാനോ നിൽക്കരുത്. സ്ട്രെസ് കുറച്ചുകൊണ്ട് മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്താൽ നമ്മൾ നേടാൻ പോകുന്നത് വലിയൊരു മാറ്റത്തിനുള്ള തുടക്കം കൂടിയായിരിക്കും അത്. കേട്ടോ? നന്ദി.